എൻജോയ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞിട്ടോ. ഇപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും സിനിമയിലുണ്ടല്ലോ എന്ന് പറയുന്നൊരു സന്തോഷം, പിന്നെ നല്ല നല്ല വേഷങ്ങൾ കിട്ടുന്നതിലൊരു സന്തോഷം, പിന്നെ ഡയറക്ടറായിരുന്നത് കൊണ്ട് തന്നെ അതിൻ്റേതായ ഒരു തിരിച്ചറിവ് എനിക്കുണ്ട്. പിന്നെ എന്നെ വിളിക്കുന്നവർക്കും ആ ഒരു തിരിച്ചറിവുണ്ട്. അങ്ങനെ കുഴപ്പമില്ല. നമ്മളൊരു സന്തോഷമുള്ള മേഖലയിൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട മേഖലയിൽ നിലനിന്ന് പോകുന്നതിൻ്റെ ഒരു സന്തോഷം. അപ്പം ഇനിയൊരു ഡയറക്ഷനിലേക്ക് വരാൻ ചാൻസസ് ഉണ്ടോ? ഐ മീൻ സൂൺ, പെട്ടെന്ന് തന്നെ? ഇതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മളിങ്ങനെ പോകുന്നു. ഇനി അങ്ങനൊരു സാഹചര്യം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞില്ല, നമുക്ക് ജീവിക്കണം. അതിപ്പോൾ നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്ത് ജീവിക്കണം. സംവിധാനം ചെയ്ത് ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പടങ്ങൾ വിജയിപ്പിച്ചിട്ടുണ്ട്, പരാജയങ്ങളും സംഭവിച്ചിട്ടുണ്ട്, ഇപ്പം അഭിനയിക്കുന്നുണ്ട്. അപ്പം തിരിച്ച് സംവിധാനം ചെയ്യണമെങ്കിൽ എന്നാൽ ചെയ്യണം, നമ്മൾ ജീവിക്കണ്ടേ. അല്ല, ജോണിച്ചേട്ടൻ പറഞ്ഞാൽ കുറച്ചും കൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഒരു സംവിധായകനാകുക, അല്ലെങ്കിൽ ഒരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരുപാട് പ്രീ പ്രൊഡക്ഷൻ, ഒരുപാട് പ്രാരംഭഘട്ട ജോലികളുണ്ട്. ആ ജോലികൾക്കിടയിൽ പോലും നമുക്ക് പോയിട്ട് ഇനി ഒരു 6 മാസം എന്ന് പറഞ്ഞ് ബ്രേക്ക് എടുക്കാം എന്ന് വെച്ചാൽ അതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇപ്പോൾ സ്ക്രിപ്റ്റ് ആയിക്കോട്ടെ, ബാക്കി അനുബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് ജോണിച്ചേട്ടൻ ആ ഉത്തരവാദിത്തം എന്ന് അറിയാം. ഓക്കെ. അപ്പോൾ ജോണിച്ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ഗ്യാപ്പ് വന്നാൽ മാത്രമേ, അല്ലെന്നുണ്ടെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ മാത്രമേ പോയി ചെയ്യാൻ പറ്റുള്ളൂ. സംവിധായകൻ്റെ അത്രയും ഉത്തരവാദിത്തപ്പെട്ടൊരു ജോലിയാണ്. അതാണ് അത്തരം വിസ്തൃതമാക്കി പറഞ്ഞില്ല എന്നുള്ളതാണ് ജോണിച്ചേട്ടൻ ഉദ്ദേശിച്ചത്.